എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് സിനിമയെ പോലെ തന്നെ അന്നത്തെ ടെലിവിഷനും കൂടിയാണ്. ഞാൻ ഈ പറയുന്നത് 90കളിലെ അല്ലെങ്കിൽ ഏർലി 2000 ആ സമയത്തേക്കുള്ള ടെലിവിഷൻ പ്രൊജക്ട് ആണ് കേട്ടോ. ഇന്നത്തെ അല്ല. ഇന്നത്തെ പറഞ്ഞ ആൾക്കാർ ചിരിക്കും ചിലപ്പോ. പക്ഷെ അന്ന് ഞാൻ കണ്ട ടെലിവിഷൻ സീരിയലുകളും അന്ന് ഈ 13 എപ്പിസോഡ് ദൂരദർശനിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സീരിയൽസ് അല്ലെങ്കിൽ സാറ്റലൈറ്റ് ചാനലുകളുടെ തുടക്കത്തിലുള്ള ടെലിവിഷൻ പ്രൊജക്ടുകളൊക്കെ ഇപ്പോഴും നോക്കിയാൽ അറിയാം. അന്ന് നമ്മുടെ സിനിമയിൽ വന്നതിനൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കോണ്ടന്റ് ചർച്ച ചെയ്തിട്ടുള്ള ടെലിവിഷൻ പ്രൊജക്ടുകളുണ്ട്. എക്സാക്ട്ലി ബിക്കോസ് അന്ന് നമ്മുടെ റൈറ്റേഴ്സ്, ഇന്ന് നമ്മൾ സിനിമകൾ ചെയ്യുന്ന ശ്യാമപ്രസാദ് സാറിനെ പോലെ, എഴുത്തുകാർ പറയുകയാണെങ്കിൽ PF മാത്യു സാറിനെ പോലെയൊക്കെയുള്ള അങ്ങനെയുള്ള ആളുകൾ ടെലിവിഷനിലുണ്ടായിരുന്നു. ഇന്ന് സാറ്റലൈറ്റ് ചാനലുകൾ വരുന്ന ഫിക്ഷൻ ഭയങ്കരമായിട്ട് ബിസിനസ് ആണ് അല്ലെ. അന്ന് അങ്ങനെ ആയിരുന്നില്ല. അന്ന് നമ്മൾ കൂടുതലും പക്ഷെ ജീവിക്കണ്ടേ? അതെ, ജീവിക്കണം. അതുകൊണ്ട് ഇപ്പൊ ഒരുപാട് മാറിപ്പോയി. നമുക്ക് അതൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത് ടെലിവിഷനും കൂടിയാണ്. അപ്പൊ ഞാൻ വളരെ ഹാപ്പിയാണ് ഞാൻ ചെയ്യുന്ന ജോലി. പക്ഷെ അപ്പോഴും ഞാനൊരു സംശയം ചോദിക്കട്ടെ. അതായത് നമ്മളിപ്പോ ഒരു അവതാരകയാണ് അല്ലെങ്കിൽ നമ്മളൊരു ടെലിവിഷൻ ആർട്ടിസ്റ്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് എത്ര കാലം നിങ്ങൾക്ക് ആയുസുണ്ട്, കൂടി പോയാൽ 5 വർഷം പോട്ടെ, അങ്ങ് അറ്റം പോയ ഒരു 10 വർഷം, അത് കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ജീവിത രീതിയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒബ്വിയസ്ലി മാറും അല്ലെ, ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോഴേക്കും. ഇതൊക്കെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകും? നാളെ ജോലി ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? ഈ ചോദ്യങ്ങളൊക്കെ അലട്ടിയിട്ടുണ്ട്. ഞാൻ ഈ 3 വർഷം ബ്രേക്ക് എടുക്കുന്നൊക്കെ പറഞ്ഞില്ലേ, ഇതിനിടയിൽ എനിക്ക് 0 ചെക്കുകളാണ്. ഞാൻ ഒരു പരിധി വരെ ടെലിവിഷൻ പ്രസന്റേഷൻ കൂടെ കൊണ്ടുപോകാൻ കാരണം തന്നെ ഈ പറയുന്ന ഫിനാൻഷ്യൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് ആ സമയത്ത് ഞാൻ സിംഗിൾ ആയിരുന്നു. ഞാൻ തനിയെ കൊച്ചിയിൽ താമസിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് റെന്റ് കൊടുക്കണം. എനിക്ക് പാരന്റ്സിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റില്ല. കാരണം എന്റെ കയ്യിൽ ഒരു MBA ഉണ്ട്. ഞാൻ അത് ജോലി ചെയ്യാതെയാണ് ഞാൻ ഈ എന്റെ ഇഷ്ടങ്ങൾ നോക്കി ജീവിക്കുന്നത്. അപ്പൊ എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. ഞാൻ 16-17 വയസ്സ് മുതൽ ഫിനാൻഷ്യലി ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടില്ല ആ സമയത്ത്. അപ്പൊ നമ്മള് അതിന്റെ ഒരു സൈഡായിട്ട് ഓക്കെ, ഞാൻ ടെലിവിഷൻ പ്രസന്റേഷൻ ചെയ്താൽ എനിക്ക് സർവൈവ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞാൻ മറ്റൊരു ഇൻകം കൂടെ നോക്കിക്കൊണ്ടിരുന്നു. പ്ലസ് അഭിനയം എന്ന് പറയുന്നത് ഞാൻ ഇതിനെ അത് ഈ പറയുന്നത് നമ്മൾ അഭിനയിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഭയങ്കര ഇമോഷണലി നമ്മൾ ഒരിക്കലും എപ്പോഴും ഫിനാൻസിനെ രണ്ടാമതേ കാണുള്ളൂ എന്ന് തോന്നുന്നു. മേ ബി ഇനിയിപ്പം നാടകത്തിൽ കൂടുതൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. കിട്ടുന്ന ചെക്കേ ഒരു സംഭവം. അപ്പോഴും ചോദ്യം ബാക്കി നിൽക്കല്ലേ, നമുക്ക് ജീവിക്കണം. ഞാൻ പക്ഷെ ഒടുവിൽ ഉണ്ണികൃഷ്ണനാണ്. അങ്ങനെ പറയുന്നതിൽ എനിക്ക് ബുദ്ധിമുട്ടുമില്ല. എനിക്ക് പട്ടിണി കിടക്കാൻ ഞാൻ ഓക്കെ ആയിരുന്നു. എനിക്ക് സന്തോഷം തരാത്തൊരു പ്രൊജക്ട് ചെയ്യുന്നതിനേക്കാൾ ഞാൻ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യാൻ തയ്യാറാണ്. എനിക്ക് അതേ ഉള്ളൂ ആൻസർ.